പ്രേമിച്ച് നടക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരാളെ ലവ് ചെയ്തിട്ട് അത് കയ്യിൽ നിന്ന് പോയിട്ട് ട്രാജഡി ഇരിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി പ്രേമിച്ച് അറിയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടു, കാര്യങ്ങൾ സംസാരിച്ചു, വീട്ടിൽ സംസാരിച്ചു. ഇപ്പൊ വൈഫിനെ പറ്റി കുറെ പറഞ്ഞു. വൈഫിന്റെ പേര് ലവ് മീ മജീദ്. ലവ് മീ മജീദ്, നല്ല പേരാ, ഞാനത് പറഞ്ഞു. ഓക്കെ, നൈസ് നെയിം. എന്താ ശരിക്കും പുള്ളിക്കാരി ചെയ്യുന്നത്? പുള്ളിക്കാരി ആർട്ടിസ്റ്റാണ്, പെയിന്റിങ്സ് ചെയ്യുന്നുണ്ട്, എക്സിബിഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കഥക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എക്സിബിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോട്ടോ വെച്ചിട്ട് ക്യൂറേറ്ററായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അത്യാവശ്യം പുറത്തൊക്കെ എക്സിബിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ദുബായിൽ, ഗോവ, അങ്ങനെ പുറത്ത്, ചൈനയിൽ. വലിയ പുള്ളിയാ, വരയ്ക്കും. രണ്ട് മക്കള്, രണ്ട് ബോയ്സ് ആണ്. 2 ബോയ്സ്. ലവ് മാരേജ് ആയിരുന്നു? ലവ് മാരേജ് അറേഞ്ച്ഡ് ആണ്. ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ടു, പ്രേമിച്ച് നടക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരാളെ ലവ് ചെയ്തിട്ട് അത് കയ്യിൽ നിന്ന് പോയിട്ട് ട്രാജഡി ആയിട്ടിരിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി പ്രേമിച്ച് അറിയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടു, കാര്യങ്ങൾ സംസാരിച്ചു, വീട്ടിൽ സംസാരിച്ചു. അവരോട് പറഞ്ഞു ഇഷ്ടമാണ്. അതിനുശേഷം വീട്ടിൽ അന്വേഷിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരിക്കും അതന്നെയായിരുന്നു താല്പര്യം. അപ്പൊ വീട്ടിൽ അന്വേഷിച്ചു. വീട്ടില് ഞാൻ വിചാരിച്ചു മുടങ്ങുന്നു, പക്ഷെ മുടങ്ങിയില്ല. എന്നുവെച്ചാൽ ആൽബം കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഫീൽഡാണ്. ഗോസിപ്പ് ഒരുപാട് ഉണ്ടാവുമല്ലോ നാട്ടിൽ. പക്ഷെ നാട്ടിൽ ആരും എന്നെ കല്യാണം മുടക്കിയില്ല, എല്ലാവരും നല്ല